Hello dear students, welcome back to Ejuala 2.0. Plus 2 Christmas exam economicsലെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കർവുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. കർവുകൾ എന്ന് പറയുമ്പോൾ ഓരോ ഹെഡിങ്ങും അതിന്റെ കർവും എങ്ങനെയാണ് അത് വരുന്നതെന്നും വരയ്ക്കുന്നതെന്നും പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ടോപ്പിക്കും നമുക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സംബന്ധമായ അതിന് റിലേറ്റഡ് ആയ കർവ് വരച്ചു വെച്ചാൽ ആ ക്വസ്റ്റിന്റെ മാർക്കിന്റെ പകുതി മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ആ കർവ് വരച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്താലാണ് 4 മാർക്ക് കിട്ടുക. ഇനി കർവ് വരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ വെച്ചെങ്കിൽ നമുക്കൊരു 1.5 and 2 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. അത് വരയ്ക്കേണ്ട രീതിയിൽ എല്ലാ ഭാഗവും അടയാളപ്പെടുത്തി വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏത് കർവുകളും അതുപോലെ തന്നെ ഡയഗ്രമും വരയ്ക്കുമ്പോഴും അതെന്തിൻ്റെ ആണെങ്കിൽ വൈ ആക്സിസും എക്സ് ആക്സിസും എന്താണ് ഡിനോട്ട് ചെയ്തതെന്നൊക്കെ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ചില കുട്ടികളുണ്ട് ഓണപരീക്ഷയ്ക്ക് നമ്മൾ ഇതേപോലത്തെ വീഡിയോ ഇട്ടപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, 2-3 കുട്ടികൾ കമന്റിൽ പറഞ്ഞിരുന്നതാണ്, വരച്ചു വെച്ചിട്ട് എക്സാക്ട് മാർക്ക് തന്നില്ല മിസ് എന്ന് പറയാനുള്ള. അപ്പോൾ അവരുടെ അവർ വരച്ചതിൽ ഏതൊക്കെയാണ് പോയിന്റ് എന്നും എന്താണെന്നും അടയാളപ്പെടുത്തിയിരിക്കുക. ഓക്കെ, അതിനു മുന്നേ നമ്മുടെ ഇംപ്രൂവ്മെന്റ് ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ജനുവരി മാസം മാത്രമേ നമുക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളൂ. ഫെബ്രുവരിയിലൊക്കെ മോഡൽ എക്സാമും പ്രീ മോഡലും ലാബുകളും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു മാസം നമ്മൾ ഇംപ്രൂവ്മെന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ജനുവരി ലാസ്റ്റോട് അല്ലെങ്കിൽ 15th കൂടി ക്രാഷ് ബാച്ച് ഫോർ 50 days ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ബാച്ചും ഉണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻസ് കുട്ടികൾ എടുക്കുന്നുണ്ട്. ഇനിയും അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 25-27 വരെ അഡ്മിഷൻസ് നീട്ടിയിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് അയക്കാം കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയും. ഒപ്പം സയൻസ് ബാച്ചും ഉണ്ട് കേട്ടോ. സയൻസ് ബാച്ചിന് ഓൾറെഡി കുറച്ച് മുന്നേ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മളിപ്പോഴാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൊമേഴ്സ് ബാച്ചിലെ കുട്ടികൾക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഓരോ ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട കർവാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ PPC കർവാണ്. PPC കർവ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഇതിൽ ഞാൻ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചു വെച്ചാൽ ചില ടീച്ചേഴ്സ് മാർക്കിട്ട് തരും, എന്നാൽ ചിലർ മാർക്കിട്ട് തരില്ല. കാരണം ഒറിജിൻ അടയാളപ്പെടുത്തണം. ഇവിടെ ഗുഡ് 1 ആണ് അടയാളപ്പെടുത്തണം, ഇവിടെ ഗുഡ് 2 ആണ് അടയാളപ്പെടുത്തണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. ഇനി PPC കർവ് എങ്ങനെ വരയ്ക്കാം? കോൺവെക്സ് ടു ദ കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. കോൺവെക്സ് അല്ല, കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് എക്സാമിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ്, PPC കർവും ഒരു പോയിന്റ്, പുറത്തൊരു പോയിന്റ് തരും. അപ്പം A എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. B എന്ന് പറയുന്നത് എഫക്റ്റീവ് ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. എഫക്റ്റീവ് ആൻഡ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. C എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. ഇത് ഡിനോട്ട് ചെയ്യാനായിട്ട് വരാറുണ്ട്. മാർക്ക് കളയരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നമുക്ക് വരാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതാണ് PPC കർവ് എന്നും എങ്ങനെയാണ് വരയ്ക്കുക, ഷേപ്പിലാണ് വരയ്ക്കുക. പിന്നെ MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അനുസരിച്ച് ഇങ്ങനെയും വരാം. ഓക്കെ, നെക്സ്റ്റ് ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം നമുക്ക് സെപ്പറേറ്റ് ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന്റെ വേറൊരു പേരും കൂടി നിങ്ങൾ പഠിച്ചിരിക്കുക. ദാറ്റ് ഈസ് ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ഒപ്റ്റിമൽ ചോയ്സ് ഏതാണെന്ന് ചോദിക്കും. ഒപ്റ്റിമം ചോയ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ്. എങ്ങനെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ വരയ്ക്കുക? എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ട് കൊടുക്കുക. ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക. ഒരെണ്ണം ടാൻജന്റ് ആയിട്ട് വരയ്ക്കുക, ഒരെണ്ണം മേലെ വരയ്ക്കുക. ഈ ടാൻജന്റ് ആക്കി വരയ്ക്കുന്നതിൻ്റെ അവിടെ E എന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് IC1 ആണ്, ഇത് IC2 ആണ്, ഇത് IC3 ആണ്. ഇത് രണ്ടും ബഡ്ജറ്റ് ലൈൻ ആണ്. നമുക്ക് വേണമെങ്കിൽ AB എന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഒറിജിൻ ആണ്. ഇവിടെ നമുക്ക് ഗുഡ് 1 ആണ് വരിക, ഇവിടെ നമുക്ക് ഗുഡ് 2 ആണ് വരിക. വരയ്ക്കാൻ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ? കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ചോയ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഈ ഒരൊറ്റ പോയിന്റുള്ള ബണ്ടിലായിരിക്കും. ഇതിലെ ഇതെന്തുകൊണ്ടാണ് ഈ എടുക്കാൻ കാരണം? ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ്. IC2 നമ്മൾ ഇക്വിലിബ്രിയം പറയാൻ കാരണം വേറെ ഒന്നുമല്ല. IC2 പോയിന്റ് ആണ് IC1 ഒന്നും കൂടി ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ വരയ്ക്കാൻ അറിയാലോ. കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം ഒപ്റ്റിമം ചോയ്സ് എന്ന് വെച്ചാൽ ഇതാണ് ഫിഗർ കേട്ടോ. ഇനി IC എന്ന് വെച്ചാൽ എന്താ? ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ അറിയാത്തവരുണ്ടോ? ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഇത് 2-3 ഇൻഡിഫറൻസ് കർവ് കൂടി കഴിഞ്ഞാൽ അത് ഇൻഡിഫറൻസ് മാപ്പ് ആവും. ഇവിടെയും ഗുഡ് 1 ആൻഡ് ഗുഡ് 2 തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്ത. ഒറിജിൻ ഉണ്ടായിരിക്കണം. പിന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. താഴ്ന്ന് നമ്പർ ഇട്ട് പോവുക. IC1 IC2 ആൻഡ് IC3 താഴ്ന്നിട്ട് പോവുക. ബഡ്ജറ്റ് ലൈൻ അറിയാത്തവർക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ബഡ്ജറ്റ് ലൈന്. ബഡ്ജറ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ്. ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ P1x1 +
P2x2 = m. ഇവിടെ കൂട്ടിമുട്ടുന്ന വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണിത്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ m/p2 ആണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ m/p1 ആണ്. സ്ലോപ്പ് p1/p2 നെഗറ്റീവ് ആണ്. ഒറിജിൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഇപ്പോഴാണ് ബഡ്ജറ്റ് ലൈൻ കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ നമുക്ക് അടുത്തതാണ് ഇനി ഈ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഫീച്ചേഴ്സ് ചോദിക്കും. അപ്പോൾ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാലും ഓർ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ച് വെക്കുക. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നില്ല, ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് വിൽ ഗീവ് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും മേലത്തെ ആയിരിക്കും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ ഡിമാൻഡ് കർവിലേക്ക് കിടക്കാം. ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഡിമാൻഡ് കർവ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. ഡിമാൻഡ് ആണ്, ഇവിടെ പ്രൈസ് ആണ്, ഇവിടെ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. പ്രൈസും ക്വാണ്ടിറ്റി ആണ് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പൊ എക്സ് ആക്സിലും വൈ ആക്സിലും ഏതാണെന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ആ കർവ് പോയിട്ടാണ് കഴിയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ ലീനിയർ ഡിമാൻഡ് കർവിലെ പോയിന്റുകളാണ് വരയ്ക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ എക്സാമിന് എന്താണെന്ന് അറിയോ തരിക, ചിലപ്പോൾ ഒരു ഡിമാൻഡ് കർവ് ഇങ്ങനെ തരും. എന്നിട്ട് നമ്മളോട് കുറേ പോയിന്റുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ A, B, C എന്നൊക്കെ പറഞ്ഞിട്ട് തരും, D എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ്. അപ്പൊ നമ്മളോട് ചോദ്യം ഉണ്ടാവുക ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാന്ന് എഴുതാനായിരിക്കും. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ എങ്ങനെ എഴുതാം ഈ പോയിന്റിലൊക്കെ. അപ്പൊ നിങ്ങൾ ഈ ഫിഗർ വരെ പഠിച്ചു വെക്കുക. മേലെ ഇൻഫിനിറ്റ് ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, ഇവിടെ =1 ആയിരിക്കും, ഇവിടെ <1 ആയിരിക്കും. അപ്പൊ ഇവിടെ എത്രയാ? >1 ആയിരിക്കും. അപ്പൊ എവിടെയാണ് നമുക്ക് പോയിന്റ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ അതേപോലെ ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്, എവിടേക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരിക പോവാന്നുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി ഇവിടെ മിസ് ഡിമാൻഡിന്റെ ഷിഫ്റ്റും ഡിമാൻഡിന്റെ മൂവ്മെന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അതായത് ഡിമാൻഡ് കർവിന്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് സംഭവിക്കാം. ഡിമാൻഡ് കർവിന്റെ മൂവ്മെന്റ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ സുഖമാണ്. ഷിഫ്റ്റ് എങ്ങനെ വരയ്ക്കാം? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഡിമാൻഡ് കർവ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവാം അല്ലേ. അതേപോലെ തന്നെ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ട്, അപ്വേർഡ് ഉണ്ട്, ഡൗൺവേർഡ് ഉണ്ട്. അതുപോലെ ഈ ഡിമാൻഡ് കർവ് നമുക്ക് താഴത്തോട്ടും ഷിഫ്റ്റ് ആക്കാം. അതാണ് ഷിഫ്റ്റ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി മൂവ്മെന്റ് ഉണ്ട്. രണ്ട് തരം മൂവ്മെന്റും 2 തരം ഷിഫ്റ്റും. മൂവ്മെന്റ് 2 തരം ഉണ്ട്. അതുപോലെ തന്നെ 2 തരം മൂവ്മെന്റ് പഠിക്കാം. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഡിമാൻഡ് കർവ് താഴത്തോട്ട് ഇവിടുത്തെ പോയിന്റ് ഇങ്ങോട്ടേക്ക് താഴത്തോട്ട് മൂവ് ചെയ്യാമെങ്കിൽ അതിനൊരു പേരുണ്ട്, ഡൗൺവേർഡ് മൂവ്മെന്റ് എന്നാണ് അതിന് പറയാം. ഡൗൺവേർഡ് മൂവ്മെന്റ് നമ്മൾ എക്സ്പാൻഷൻ എന്നാണ് നമ്മൾ ഡൗൺവേർഡ് മൂവ്മെന്റിനെ പറയാം. അതുപോലെ തന്നെ ഇത് കോൺട്രാക്ഷൻ ആണ്. ഇത് വരച്ചിട്ടില്ല. ഇതിങ്ങനെ ഉണ്ടായിരുന്ന ഡിമാൻഡ് കർവ് സെയിം തന്നെയാണ്, പക്ഷേ ഈ ഏരോ മാർക്കിനാണ് മാർക്ക് ഇവിടെ മേലോട്ട് പോയി. അപ്പോൾ ഡൗണിലേക്ക് വരുന്നത് എക്സ്പാൻഷനും മുകളിലേക്ക് പോകുന്നത് കോൺട്രാക്ഷനുമാണ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ഇനി എക്സാമിന് ഇതുപോലെ പോയിന്റ് ഒക്കെ തന്നിട്ട് ഇതെന്താണെന്ന് അടയാളപ്പെടുത്താനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം 2 തരം മൂവ്മെന്റും 2 തരം ഷിഫ്റ്റും. ഇത് ഇൻക്രീസിങ് ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് ഇൻ അപ്വേർഡ്. ഇത് ഡിക്രീസിങ് ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് ഇൻ ഡൗൺവേർഡ് ആണ്. ഇത് കോൺട്രാക്ഷൻ, അതായത് A എന്നുള്ളതിലേക്ക് Bക്ക് പോയി, ഇവിടെ B എന്നുള്ളതിലേക്ക് Aക്ക് പോയി. കണ്ടോ, ഈ ഏരോ മാർക്കിനാണ് നമ്മൾ മാർക്ക്. അപ്പോൾ ഇത് ഉൾപ്പെടുത്താഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് വരയ്ക്കാം എന്ന് കരുതി മാത്രമാണ് കേട്ടോ. ദെൻ നമ്മൾ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കണം. 5 തരം ഡിഗ്രീസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും നമ്മൾ ഒരുമിച്ചിട്ട് ഒരു പ്രോബ്ലം ഈ 5 ഡിഗ്രീസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനൊരു 5 മാർക്കോ അതിനൊരു 3 മാർക്കോ ആയിട്ട് പോയി. അപ്പോൾ 5 ഡിഗ്രീസ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, പാരലൽ ടു എക്സ് ആക്സിസ് ഉണ്ട്, റെക്ടാങ്കുലർ ഹൈപ്പർബോള ഉണ്ട്, ലീനിയർ ഉണ്ട്. ലീനിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എത്ര ഡിസ്റ്റൻസേ വരുള്ളൂ. പിന്നെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഒരെണ്ണം വരയ്ക്കാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇങ്ങനെയുള്ളത് ഇങ്ങനെ പോയി കണ്ടോ, ഫ്ലാറ്റ് ആയപ്പോൾ ഡിമാൻഡ് ആറ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് ഇൻഫിനിറ്റ് ആണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോള =1 ആണ്. ഫ്ലാറ്റ് ആയത് >1 -1 ആണ്. കണ്ടോ, ഈ 5 ഇലാസ്റ്റിറ്റി. ഇത് മാത്രമല്ല ഇതിൻ്റെ പേരുകളും പഠിക്കണം. 0 ആണ് എങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, അതായത് ഇലാസ്റ്റിക് ഇല്ല. ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇലാസ്റ്റിക് ആണ്. ഇത് ഇലാസ്റ്റിക്, ഇത് ഇൻഇലാസ്റ്റിക്. ഇതിന് വിളിക്കുന്നത് യൂണിറ്റ് ഇലാസ്റ്റിക്. ഇത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ വരയ്ക്കുക, എത്രയാണ് പോയിന്റ് എന്ന് അറിയാം, പേര് എഴുതാൻ പഠിക്കുക. ഓക്കെ,
ഇത്രയും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ റിഡക്ഷൻ ഫംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ്റെ ഒരു ഫിഗർ മാത്രമാണ് മിസ് വരച്ചിരിക്കുന്നത്. ഈ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുക, ഇതിലെ TP ഏതാണ്, AP ഏതാണ്, MP ഏതാണെന്ന് അറിയണം. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ടൈപ്പാണ് ചോദ്യം ചോദിക്കുക. ഒന്നെങ്കിൽ വാട്ട് യു മീൻ ബൈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ, അപ്പോൾ അതിൻ്റെ മീനിങ്ങും ഈ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ പകുതി മാർക്കാണ് മാർക്കിൻ്റെ. 4 മാർക്കാണെങ്കിൽ 2 മാർക്ക് ഫിഗറിനാണ്. ഫിഗർ ഇൻകംപ്ലീറ്റ് ആണ്. ഇപ്പോൾ മിസ് അടയാളപ്പെടുത്തി തരാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റിലെ ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാം. ഇവിടെ നമ്മുടെ എക്സ് ആക്സിസിനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് സെക്കൻഡ് സ്റ്റേജ്, ഇത് തേർഡ് സ്റ്റേജ്. ഇപ്പോഴാണ് ഫിഗർ കംപ്ലീറ്റ് ആയത്. പിന്നെ എക്സ് ആക്സിസിൽ എന്താണ് എഴുതുക, ഇവിടെ 0 ആണ്. ഇവിടെ നമ്മൾ TPയും APയും MPയും ആണ് എഴുതുക. ദെൻ എക്സ് ആക്സിസിൽ നമ്മൾ എഴുതേണ്ടത് വാരിയബിൾ ഫാക്ടേഴ്സ് ഓർ വാരിയബിൾ ഇൻപുട്ടിനെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് അതൊക്കെ എന്താണ്? പിന്നെ TP ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത്, MP ആണ് നെഗറ്റീവ്, ഇത് 0ൽ നിന്ന് നെഗറ്റീവ് സെക്ഷനിലേക്ക് മാറുന്നത് NP ആണ്, AP ഇങ്ങനെ നേരെയാണ് പോകുന്നത്. ഇനി ഈ ഫിഗർ എങ്ങനെ വരയ്ക്കാം? എങ്ങനെ നമുക്ക് ഫിഗർ വരയ്ക്കാൻ സാധിക്കും? എക്സ് ആക്സിസും Y ആക്സിസും വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ റാ ഷേപ്പിൽ നമ്മൾ TPനെ വരയ്ക്കാം. ഇത്രയ്ക്കും കൂടെ വേണ്ട, റാ ഷേപ്പിൽ വരയ്ക്കും. പിന്നെ ഇവിടെ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴത്തോട്ട് MPനെ വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് നേരെ APനെ വരയ്ക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് കൂട്ടിമുട്ടിയിട്ടുണ്ടാവണം. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. താഴത്തോട്ട് പോയത് MP ആയിരിക്കും, പാരലായിട്ട് പോണത് AP ആയിരിക്കും. ഇപ്പോൾ വരയ്ക്കാനെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഫിഗർ ഇതേപോലെ നീറ്റായിട്ട് വരച്ചാൽ മതി. ഇതിൽ AP കുറച്ച് വൈഡായി, ഇത്ര വേണ്ട, ഏകദേശം ഇത്ര മതി കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഏകദേശം ഇത്ര ഷേപ്പിൽ പോയാൽ മതി. ഇനി ഇത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലാണ്, ഇത് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിലാണ്, ഇത് നെഗറ്റീവ് റിട്ടേൺസ് ടു സ്കെയിലാണ്. 3 സ്റ്റേജുകൾ. ലോ ഓഫ് വാരിയബിളിന് വെച്ചാൽ വാരിയബിൾ ഇൻപുട്ട് കൂടുന്തോറും MP അപ് ടു എ പോയിന്റ് കഴിഞ്ഞാൽ ഡിക്ലൈൻഡ് ആവുന്നു. ഇതാണ് നിയമം. നെഗറ്റീവിലേക്ക് വരുന്നത് MP ആണ്. ഇവർ തമ്മിലെ റിലേഷൻഷിപ്പ് ചോദിച്ചാലും നമുക്ക് ഈ ഫിഗർ വെച്ചിട്ടാണ് വരയ്ക്കാൻ പറ്റുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP, AP, MP വരാറുണ്ട് കേട്ടോ. TP ഇപ്പം AP MP എങ്ങനെ നമ്മൾ എഴുതാം? AP MPയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്, ഒന്നാമത്തെ റിലേഷൻഷിപ്പ്. പിന്നെ MP 0 ആകുന്നുണ്ട്, പക്ഷേ AP 0 ആകുന്നില്ല. MP നെഗറ്റീവ് ആകുമ്പോൾ AP പാരലായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്. ഇനി APയുടെയും MPയുടെയും റിലേഷൻഷിപ്പ് ചോദിക്കാറുണ്ട്. മെയിനായിട്ട് TPയും MPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, MPയും APയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതാണ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 2 റിലേഷൻഷിപ്പ്. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് TPയും MPയും വരയ്ക്കുകയാണെങ്കിൽ TP ഹയസ്റ്റ് ആകുമ്പോൾ MP 0 ആണ്. കണ്ടോ, TP ഹയസ്റ്റ് ആകുമ്പോൾ MP 0 ആണ്. പിന്നെ TP ഡിക്ലൈൻഡ് ആവുന്ന സമയത്ത് MP നെഗറ്റീവ് ആണ്. പിന്നെ TP ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് MP ഇൻക്രീസിങ് തന്നെയാണ്. അങ്ങനെയുള്ള പോയിന്റുകൾ. പിന്നെ APയും MPയും എഴുതുമ്പോൾ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്, പക്ഷേ ഒരിക്കലും TPയും MPയും കൂട്ടിമുട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഈ ഫിഗർ വരയ്ക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോ ഓഫ് വാരിയബിളിൻ്റെ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് റൺ ആണ് കേട്ടോ, ഷോർട്ട് റണ്ണിലെ ഫിഗറാണ്. ലോങ് റണ്ണിലെ ഫിഗർ റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് നമ്മൾ പറയുക. ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇത് സെക്കൻഡ് സ്റ്റേജ്, ഇത് തേർഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, ഇത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. റിട്ടേൺസ് ടു സ്കെയിൽ, ഇത് ലോങ് റൺ റിട്ടേൺസ് ടു സ്കെയിലാണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഇനി കുറച്ച് കോസ്റ്റ് കർവുകൾ. പാരലായിട്ട് വരയ്ക്കുന്നത് TFC, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് TVC, TFCയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് TC. ഇത് SMC കർവ്, ടിക്ക് മാർക്ക് പോലെ. ഇത് AVC, ഇത് SCC. ഇതിലെല്ലാം ഇത് 3ഉം ഇൻവേഴ്സ് യു ഷേപ്ഡ് ആണ്. ഇൻവേഴ്സ് അല്ല, യു ഷേപ്ഡ് ആണ്. യു ഷേപ്ഡ് കർവുകൾ ഏതൊക്കെയാണ്? 1 മാർക്കിനൊക്കെ ചോദിക്കുക. യു ഷേപ്ഡ് ആരൊക്കെയാണ്? SMC, SAC ആൻഡ് AVC. ഇനി ഇൻവേഴ്സ് എസ് ഷേപ്പ് ആണ് ആരെ? ഇൻവേഴ്സ് എസ് ഷേപ്ഡ് ആണ് നമ്മുടെ TVCയും TCയും. പാരലൽ ടു എക്സ് ആക്സിസ് ആണ് ആരെ? പാരലൽ ടു എക്സ് ആക്സിസ് TFC. ഇനി ഒരാളൊന്നും മിസ്സിൽ വരച്ചിട്ടില്ല, ഒരാളും കൂടി നമുക്ക് ഇതിലുണ്ട്, ദാറ്റ് ഈസ് AFC, റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇത് AFC കർവാണ്. ഈ ഷേപ്പിന്റെ പേര് റെക്ടാങ്കുലർ ഹൈപ്പർബോള. നമ്മൾ കോസ്റ്റ് കർവുകളുടെ പേരുകളും അതിന്റെ ഷേപ്പുകളും പഠിച്ചു. റെക്ടാങ്കുലർ ഹൈപ്പർബോള AFC ആണ്. ഇതേപോലെ എത്ര പഠിച്ചാൽ മതി, ടെക്സ്റ്റ് വൈസ് എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 4ാമത്തെ പാഠത്തിലുള്ളതാണ്. ടോട്ടൽ റവന്യൂ, പ്രൈസ്, MR/AR അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രൈസ് ലൈനും ARഉം MRഉം ഡിമാൻഡും എല്ലാം പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. TR കർവ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എങ്ങനെ ഇത് വരയ്ക്കാം?
ഇവിടെ TR, ഇവിടെ നമുക്ക് പ്രൈസ് ആയിരിക്കും, ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി ഇത് പ്രൈസ് ലെവൽ തന്നെയാണ്. ഇത് വരയ്ക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ കേട്ടോ. വേരിയബിൾ പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് നമ്മൾ ആദ്യം ഇതിൻ്റെ കൂടെ പഠിക്കുക. P = MC = MR ഒന്നാമത്തേത്. MC = MR ആണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ MC ഷുഡ് ഇൻക്രീസിങ്. MC ഇൻക്രീസിങ് ആയിരിക്കണം. കട്ട് MR കർവ് ഫ്രം ബിലോ. MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം ഫ്രം ബിലോ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസ് ലൈൻ ഷുഡ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ, ഒന്നുകിൽ ഈക്വൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. ആരേക്കാൾ ഗ്രേറ്റർ ദാൻ മിനിമം പോയിന്റ് ഓഫ് AVC. ആരുടെ മിനിമം പോയിന്റ് ഓഫ് AVC. ഇതെങ്ങനെ വരയ്ക്കും? ഇത് മൂന്നും കൂടി വരച്ചിട്ടുള്ള ഫിഗർ ആണിത്. ഒന്നാമത്തത് P = MR. ഇതാണ് MR കർവ്. P = MR കേട്ടോ. MC = MC. ഇവിടെ MC എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പൊ MCയും MRും ഈക്വൽ ആയിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഒക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ MC ഷുഡ് ബി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കണം. MR കർവ് താഴ്ന്ന് കട്ടിടം കണ്ട. ഇത് ഇൻക്രീസിങ് തന്നെയാണ്, താഴ്ന്ന് തന്നെയാണ് MRനെ. ഇത് MR കർവിനെ കട്ട് ചെയ്തിരിക്കണം. P ഷുഡ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ മിനിമം പോയിന്റ് ഓഫ് AVC. ഇതാണ് AVC കർവ്. ഈ AVC കർവിന്റെ മിനിമം എന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ള പോയിന്റ്. ഇതിന്റെ മേലെ ആയിരിക്കണം ആര്? നമ്മുടെ പ്രൈസ് ലൈൻ അല്ലെ. ഇതിന്റെ മേലെയോ അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പമോ ആയിരിക്കണം. SACനെ അവിടെ വരച്ചു വെച്ചെടുക്കുക. അവിടെ നിങ്ങൾ പ്രോഫിറ്റ്, ഇതാണ് പ്രോഫിറ്റ് ഏരിയ കേട്ടോ. ഇങ്ങനെ പ്രോഫിറ്റ് ഏരിയ കാണിച്ചു കൊടുക്കണം. ഇതിപ്പോ എങ്ങനെ മിസ് ഇപ്പൊ ഇതിലെല്ലാം കാണിച്ചു എങ്ങനെ നമുക്കിത് വരയ്ക്കാം? സുഖമായിട്ട് വരയ്ക്കാം. X ആക്സിസും Y ആക്സിസും വരയ്ക്കാം. ദെൻ പ്രൈസ് ഈസിക്ക് ഇപ്പോൾ ഒരു പ്രൈസ് ലൈൻ വരയ്ക്കുക, ഒരു SMC വരയ്ക്കുക, AVC താഴത്ത് കൂടെ വരയ്ക്കുക, അതിൻ്റെ ഉള്ള ഒരു SACനെ കൊടുക്കാം. എന്നിട്ട് ഇത് AVC, ഇത് SAC, ഇത് SMC, ഇത് പ്രൈസ് ലൈൻ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു SAC അവിടേക്ക് ഒരു പോയിന്റ് വെച്ചിട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ പ്രൈസ്. മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഇതിൽ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. നമ്മൾ പ്രൈസ് ലൈനെ മിനിമം പോയിന്റിന്റെ AVCയുടെ ഗ്രേറ്റർ ഓർ ഈക്വൽ, ഇത് ഗ്രേറ്റർ ആണ് മിനിമം പോയിന്റ്. ഇവിടെ നമ്മൾ ഇതിന്റെ മേലെയാണ് പീനെ വരച്ചിരിക്കുന്നത്. നമുക്ക് ഈക്വൽ ആയിട്ട് വരച്ച് തന്നാലും ആൻസർ കറക്റ്റ് തന്നെയാണ് കേട്ടോ. SMC AVC നമ്മളിത് ഈക്വൽ ആയിട്ട് വരച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കണ്ടീഷൻ ഇതാന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചാലും ഈക്വൽ ആയാലും AVCയുടെ ഗ്രേറ്റർ ദാൻ ആയാലും പിക്ചർ ശരി തന്നെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കിടക്കാം. ഷട്ട് ഡൗൺ പോയിന്റ്. ഇനി അവിടെ നിങ്ങളുടെ ആ ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ പോയിന്റ് മിനിമം പോയിന്റ് ഓഫ് AVC. ഇത് ഷോർട്ട് റണ്ണിലുള്ള ഷട്ട് ഡൗൺ പോയിന്റ്, ഇത് ലോങ് റണ്ണിലെ മിനിമം പോയിന്റ് ഓഫ് LRAC. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് മിനിമം പോയിന്റ് ഓഫ് SAC. അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചാൽ മിനിമം പോയിന്റ് ഓഫ് SACയും ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് വെച്ചാൽ മിനിമം പോയിന്റ് ഓഫ് AVCയും. ഇവിടെ മിനിമം പോയിന്റ് ഓഫ് LRAC. എല്ലാതും LRAC കർവായിരിക്കും. അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ മിനിമം പോയിന്റ് ഓഫ് AVC. ഇത് SAC ആണ് കേട്ടോ. SACനെ ഇടയിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരു യൂസും ഇല്ല ആളെ കൊണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് മാത്രമാണ് അതിന് നമുക്ക് ആവശ്യമുള്ളത്. ബ്രേക്ക് ഈവൻ എന്ന് വെച്ചാൽ എന്താ? നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. ലാഭമല്ല നഷ്ടമല്ല. TR = TC ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് സപ്ലൈ കർവ്. സപ്ലൈ കർവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സപ്ലൈ കർവ് എന്ന് വെച്ചാൽ ഇതാണ് സപ്ലൈ കർവ്. ഇത്ര അതിൽ പഠിച്ചാൽ മതി. സപ്ലൈ കർവ് ഷിഫ്റ്റ് വരാം. എങ്ങോട്ട് താഴത്തോക്ക് ഷിഫ്റ്റ് ആവാം, മേലോട്ട് ഷിഫ്റ്റ് ആവാം. ഇതിൽ ഏത് വേണമെങ്കിലും ഷിഫ്റ്റ് ആവാം. ഡിമാൻഡിൽ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ വരാം. കണ്ടോ, ഇത് ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് ഇങ്ങോട്ടേക്ക് പോവാം. ഇതാ കോൺട്രാക്ഷൻ, ദെൻ എക്സ്പാൻഷൻ. ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് ഇത് ഇങ്ങോട്ടേക്ക് വരാം. കോൺട്രാക്ഷനും ഉണ്ട് എക്സ്പാൻഷനും ഉണ്ട് നമുക്കിവിടെ കേട്ടോ. കോൺട്രാക്ഷൻ, ഷിഫ്റ്റ്, അതുപോലെ തന്നെ എക്സ്പാൻഷൻ. സെയിം ആസ് ഡിമാൻഡ് കർവിന്റെ സെയിം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയാണ് എന്ന് മാത്രം. വേറെ വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വേറെ എക്സ്ട്രാ വലിയ ഡിഫറൻസ് ഒന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ നമ്മൾ അടുത്ത പാർട്ടിക്ക് അടുക്കാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഫസ്റ്റത്തെ ഡയഗ്രാം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് അടയാളപ്പെടുത്തുന്നതാണ്. അതായത് ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം ആണ്. പ്രൈസും കൺസ്യൂമറിന്റെയോ അല്ലെങ്കിൽ തന്നെ നമ്മളെ പ്രോഫിറ്റിന്റെ ഒന്നും ഇക്വിലിബ്രിയം അല്ല കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം ഒന്നും അല്ല, മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം ആണ്. ഇത് മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇതെങ്ങനെ വരയ്ക്കാം? ഡിമാൻഡ് സപ്ലൈ കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഇതാണ് സപ്ലൈ, ഇതാണ് ഡിമാൻഡ്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം.
പിന്നെ ഇക്വിലിബ്രിയം പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രം നിർത്തരുത് കേട്ടോ. ഇതിൽ നമുക്ക് എക്സസ് ഡിമാൻഡും അതുപോലെ തന്നെ എക്സസ് സപ്ലൈയും വരുന്നുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. എക്സസ് സപ്ലൈ ആൻഡ് എക്സസ് ഡിമാൻഡ് ഇത് രണ്ടും വരുന്നുണ്ട്. അതെങ്ങനെ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ വരാം? നമ്മൾ ഇക്വിലിബ്രിയം വരച്ചു. ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം. ഇനി ഇവിടെ ഉള്ളത് ഇത് സപ്ലൈ ആണ്, ഇത് ഡിമാൻഡാണ് അല്ലേ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവാണ്. അപ്പോൾ ഇതെന്താണ്? എക്സസ് സപ്ലൈ ആണ്. ഇനി താഴെ നോക്കിയേ, ഇവിടെ ഡിമാൻഡാണ് കൂടുതൽ. അപ്പോൾ എക്സസ് ഡിമാൻഡാണ്, ഇവിടെ ഡിമാൻഡും ഇത് സപ്ലൈ ഉണ്ടോ. അപ്പോൾ എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വിലിബ്രിയം പോയിന്റ് ആദ്യം വരച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ മേലത്തെ പോയിന്റ് കണ്ടോ, ഇവിടെയാണ് എക്സസ് സപ്ലൈ, ഇവിടെയാണ് എക്സസ് ഡിമാൻഡ്. താഴത്തോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കൺഫ്യൂഷൻ കൂടും. അപ്പം അതിനേക്കാൾ ബെറ്റർ ഇവിടെയാണ് ഇത് സപ്ലൈ ആണ്, ഇത് ഡിമാൻഡാണ്. ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? സപ്ലൈ വരുന്നത്. ഇവിടെയാണ് ഡിമാൻഡ്. അപ്പം ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലും. ഇവിടെ നോക്കിയാൽ ഇത് സപ്ലൈ ആണ്, ഇവിടെ ഡിമാൻഡ്. ഇവിടെ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവും, ഇത് ഡിമാൻഡ് കുറവ്. ഓക്കെ, അപ്പം എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ ആ ഒരു ഡയഗ്രാം നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. പിന്നീട് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. ഇതിൻ്റെ പിക്ചർ വരച്ച് വെച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മിസ് ഒരു കഥ പോലെ പറഞ്ഞു തരാം. അതായത് മാർക്കറ്റിലെ സപ്ലൈയും ഡിമാൻഡും കൂടി നിശ്ചയിച്ച ഈ പ്രൈസ് ഉണ്ടല്ലോ, മാർക്കറ്റിൽ നിശ്ചയിച്ച പ്രൈസാണ് കേട്ടത്. ഇക്വിലിബ്രിയം വഴി ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും കൂടി തീരുമാനിച്ച ഈ പ്രൈസ് സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടായി, വില കൂടുതലാണ്. സാധാരണ ജനങ്ങൾക്ക് ഈ വിലയിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറ്റ് വിൽ ഡിഫിക്കൾട്ട്, അവർക്കത് ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടെ ആര് വരികയാണ്? അപ്പൊ സാധാരണക്കാർക്ക് ഇപ്പൊ ഈ അരിക്കൊക്കെ വില കൂടി കഴിഞ്ഞാല് സാധാരണക്കാർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മൾ അവിടെ ആര് വരികയാണ്? നമ്മുടെ ഗവൺമെന്റ് മാർക്കറ്റിലേക്ക് വരുന്നു. ഗവൺമെന്റ് വന്നിട്ട് ആരെ ഹെൽപ്പ് ചെയ്തു? ഇവിടെ ആരെയാണ് ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത്? നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ വില ഒന്ന് കുറച്ചു, താഴത്തെ ഏതെങ്കിലും ഒരു വിലയ്ക്ക് മാറ്റും. അപ്പം നമ്മുടെ ഡിമാൻഡ് എവിടെ എത്തി? ഇവിടേക്ക് എത്തി. കണ്ടോ, ഈ പ്രൈസിൽ നമ്മുടെ ഡിമാൻഡ് ഇവിടേക്ക് എത്തി. അപ്പം ഇത്രയും പോർഷൻസ്, ഇത്രയും ഭാഗം വരാൻ കാരണം എന്താണ്? ഇവിടെ എക്സസ് ഡിമാൻഡാണ് പിന്നീട് കൂടിയത്. ഡിമാൻഡ് പിന്നീട് വന്നു. ഡിമാൻഡ് കൂടാൻ കാരണം എന്താ? ഗവൺമെൻറ് വന്നിട്ട് നമ്മുടെ വില കുറച്ച കാരണം. വില കുറച്ചപ്പോൾ നമ്മുടെ ഡിമാൻഡ് കൂടി. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പ്രൈസ് സീലിംഗ് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനാണ് പ്രൈസ് സീലിംഗ്. അപ്പോൾ ഇത്രയും പോർഷനാണ് പ്രൈസ് സീലിംഗിൻ്റെ പോർഷൻ. അതായത് പ്രൈസ് കുറഞ്ഞു എന്നും ക്വാണ്ടിറ്റി കൂടി എന്നും നമ്മൾ കാണിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഗവൺമെൻറ് ഇൻ്റർഫിയർ ഇൻ ദ മാർക്കറ്റ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് പ്രൈസ് കുറച്ചു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് താഴെയും ക്വാണ്ടിറ്റി കൂടുകയും ചെയ്തു. എക്സസ് ഡിമാൻഡ് സംഭവിച്ചു. ഈ ഒരു സിറ്റുവേഷനാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ P1ലേക്ക് എത്തിയെന്നും Q1ലേക്ക് എത്തിയെന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഏരോ മാർക്കറ്റ് കാണിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ മാർക്ക് അവിടെ കിട്ടുള്ളൂ. പ്രൈസ് സീലിംഗ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? പ്രൈസ് ഫ്ലോർ. പ്രൈസ് ഫ്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് നോക്കി നോക്കാം. മാർക്കറ്റ് പറഞ്ഞ സപ്ലൈയും ഡിമാൻഡും, മാർക്കറ്റ് പറഞ്ഞ സപ്ലൈയും ഡിമാൻഡും ഈ ഒരു പ്രൈസ് ആർക്ക് ബുദ്ധിമുട്ടായി? നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്. അതായത് ലാഭം കിട്ടാതെ വന്നപ്പോൾ ഗവൺമെൻറ് മാർക്കറ്റിൽ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് വില കൂട്ടി. ഇവിടെ ഉണ്ടായിരുന്ന പ്രൈസ് ഇങ്ങോട്ടേക്ക് ആക്കി. അപ്പോൾ നോക്കിയേ എന്ത് സംഭവിച്ചത്? ഇവിടെ വരെ എക്സസ് ആയിട്ട് നമുക്ക് സപ്ലൈ സംഭവിച്ചു. കണ്ടോ, ഈ ഒരു പോർഷനിൽ എക്സസ് സപ്ലൈ ആണ്. സപ്ലൈ കൂടി. ഇവിടെ നമ്മുടെ പ്രൈസ് കൂട്ടിയപ്പോൾ സപ്ലൈ കൂടി. ആരാണ് പ്രൈസ് കൂട്ടിയത്? ഗവൺമെന്റ് ആണ് പ്രൈസ് കൂട്ടിയത്. എന്താണ് റീസൺ? പ്രൊഡ്യൂസേഴ്സിന് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദി പ്രൊഡ്യൂസേഴ്സിനെ ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വില കൂട്ടി. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പ്രൈസ് ഫ്ലോർ നമ്മൾ വിളിക്കുക. പ്രൈസ് ഫ്ലോർ, പ്രൈസ് സീലിംഗ് പഠിക്കണം. ഓക്കെ, ഇത്രയാണ് മൈക്രോയിലുള്ള കേട്ടോ. മൈക്രോയിലുള്ള കർവുകളാണ് പറഞ്ഞത്. നമ്മൾ മാക്രോ സെക്ഷനിൽ എടുക്കുമ്പോൾ അവിടെ ഒരു ഡയഗ്രാം നിങ്ങൾ നന്നായി പഠിക്കണം. ദാറ്റ് ഈസ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. നല്ലപോലെ ശ്രദ്ധിക്കുക. 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫേം, ഹൗസ് ഹോൾഡ്. ഫേം എന്ന് വെച്ചാൽ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനികൾ. അവരെ സാധനങ്ങൾ ആർക്ക് കൊടുക്കുന്നു? വീട്ടുകാർക്ക് കൊടുക്കുന്നു. അവരെന്ത് കൊടുക്കുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് വീട്ടുകാർക്ക് കൊടുക്കുന്നു. പകരം വീട്ടുകാർ സാധനങ്ങൾ വാങ്ങി ഇപ്പുറത്തേക്ക് എന്ത് കൊടുക്കും? പൈസ കൊടുക്കൂല്ലേ? പൈസ കൊടുക്കാൻ സാധനങ്ങൾ തരും? ഇല്ല. അപ്പൊ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങൾ വാങ്ങുന്നതിന്റെ പൈസ തിരിച്ച് കൊടുക്കും.
പിന്നെ ഇവിടെ പോയിട്ട് പണിയെടുക്കണമെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ ഇങ്ങോട്ടൊക്കെ പോകണം അല്ലേ. ഫാക്ടർ സർവീസസ്, നമ്മളൊരു ഏരോ വരച്ചിട്ട് അപ്പം തന്നെ അത് എന്താണെന്ന് എഴുതാം. ഫാക്ടർ സർവീസസ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. അതിന് പകരം തിരിച്ച് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണ്ടേ? തിരിച്ച് ഫേം വീട്ടുകാർക്ക് എന്ത് കൊടുക്കുന്നു? ഫാക്ടർ പേയ്മെന്റ്. അവർ നമുക്ക് തന്ന ഫാക്ടർ സർവീസസിന് പകരം അവർക്ക് ഫാക്ടർ പേയ്മെന്റുകൾ കൊടുക്കുന്നു. അതായത് വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, റെന്റ്, ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൽ പൈസ ഒഴുകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാ? എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പൊ ഇതിൽ മണിയാണ് ഒഴുകുന്നത്. സോ ഇത് മണി ഫ്ലോ ആണ്. മണിയാണ് ഈ വഴിയിൽ ഒഴുകണത്. ഇവിടെ മണി ഒഴുകണത് എവിടെയാ? ഇതിൽ ഫാക്ടർ പേയ്മെന്റിലാണല്ലോ. അപ്പൊ ഈ ലൈൻ എന്താണ്? മണി ഫ്ലോ. എവിടെയാണോ നമ്മൾ കാശ് കൊടുക്കുന്നത് അത് മണി ഫ്ലോ. കാശ് കൊടുക്കാത്ത ആ ഫ്ലോനെ നമ്മൾ റിയൽ ഫ്ലോ എന്ന് വിളിക്കും. അതിങ്ങനെ ഏരോ മാർക്കിട്ട് കാണിക്കാം. ഇവിടെ ഇതാണ് റിയൽ ഫ്ലോ, ഇതാണ് റിയൽ ഫ്ലോ. ഓക്കെ. ഇനി രണ്ട് തരം മാർക്കറ്റ്, സാധനങ്ങൾ വിൽക്കുന്ന ഈ രണ്ട് തരം മാർക്കറ്റുകൾ നമ്മൾ വിളിക്കുന്നത് പ്രോഡക്റ്റ് മാർക്കറ്റ്. കാരണം ഇവിടെ സാധനങ്ങളല്ല ഈ സൈഡിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ ഫാക്ടറുകളാണ് കൊടുക്കുന്നത്. സോ ഫാക്ടർ മാർക്കറ്റാണ്. അപ്പോൾ രണ്ട് തരം മാർക്കറ്റ്, രണ്ട് തരം ഫ്ലോകൾ, അത് ഏതാന്ന് എഴുതാം. ഈ ലൈൻ ഇതുപോലെ പഠിക്കാൻ നല്ലത്. ചില കുട്ടികളെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ എന്ത് കൊടുക്കും? എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ചിലവർ ഇവിടെ ഫാക്ടർ സർവീസ് കൊടുത്ത് ഇവിടെ ഫാക്ടർ പേയ്മെന്റ്. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഏരോ മാർക്ക് എഴുതുമ്പോൾ അവിടെ എഴുതണ കാര്യം തെറ്റാതിരിക്കരുത്. അതായത് തെറ്റരുത് എന്നർത്ഥം. രണ്ട് തരം ഫ്ലോകളുണ്ട്, റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ. അത് അടയാളപ്പെടുത്തി കൊടുക്കുക. രണ്ട് തരം മാർക്കറ്റ് ഉണ്ട്, പ്രോഡക്റ്റ് മാർക്കറ്റ് ആൻഡ് ഫാക്ടർ മാർക്കറ്റ്. ഇതൊക്കെ എക്സ്പ്ലനേഷനും ചോദിക്കും, എടുത്തെഴുതാനും പറയും കേട്ടോ. ഇനി ലിക്വിഡിറ്റി ട്രാപ്പ് മാക്രോയിലെ 4ാം പാഠമാണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമത്തിൽ എത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി നമുക്ക് സീറോ ആണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇൻട്രസ്റ്റ് റേറ്റ് മിനിമത്തിൽ എത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആണ്. ദാറ്റ് ഈസ് ദ ഇത്രയും പോർഷൻ ആണ്. അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നാണ് നമ്മൾ പറയുക. ഈ ഒരു പോർഷനാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആകുന്നു പാരലൽ ടു എക്സ് ആക്സിസ്. ഈ പാരലൽ ടു എക്സ് ആക്സിസ് ആവുന്ന ഈ ഒരു പോർഷനാണ് എന്ത്? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയും. ഇവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ അടയാളപ്പെടുത്താം കേട്ടോ. ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇനി ഒരു കർവും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർവ് കഴിഞ്ഞു. അതായത് 2 സെക്ടർ മോഡലിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, 0-ൽ നിന്ന്. അഗ്രിഗേറ്റ് സപ്ലൈ 45 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഇതാ ഇങ്ങനെയുള്ളൂ കേട്ടോ. അത് പ്രത്യേകിച്ച് നിങ്ങൾ വരയ്ക്കേണ്ട. ഇങ്ങനെയായിരിക്കും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ വരിക. ഇവിടുന്ന് നമ്മൾ 45 ഡിഗ്രി വെച്ചിട്ട് വരയ്ക്കുക. 45 ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്നതാണ് ഇക്വിലിബ്രിയം. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇത്രയും കർവുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരു കർവ് പോലും മിസ് ചെയ്യേണ്ട. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +2 എക്കണോമിക്സ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്രോബ്ലംസും തിയറീസും ഉണ്ട്. തിയറീസും 8 മാർക്കിനും കർവുകളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ലപോലെ മാർക്ക് വാങ്ങിച്ചോളൂ എക്കണോമിക്സിൽ. മുൻകൂട്ടി പറയുകയാണ്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.